നമ്മുടെ മിന്നൽ മുരളി സിനിമയിലെ ഫസ്റ്റ് പാർട്ടും ഇനി വരാൻ പോകുന്ന സെക്കൻഡ് പാർട്ട് പോലും ഷൂട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു മനോഹരമായ കടവാണിത്. നമുക്ക് അവിടത്തേക്കൊന്ന് പോയി വരാം. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ മിന്നൽ മുരളി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതിന് നമ്മൾ ആദ്യം തന്നെ ബാവലി ഫോറസ്റ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണേലും കടുവയോ പുലിയോ ആനയോ എന്ത് എപ്പോഴും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം മനോഹരമായ ഫോറസ്റ്റാണ്. ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ റൂട്ടിൽ യാത്ര ചെയ്ത് മൈസൂരും പിന്നെ ബാംഗ്ലൂരൊക്കെ പോകാൻ പറ്റുന്നതാണ് എളുപ്പത്തിൽ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. പകൽ സമയങ്ങളിലൊക്കെ നമുക്ക് മൈസൂരേക്കും ബാംഗ്ലൂരൊക്കെ പോകാൻ എപ്പോഴും നല്ലത് റൂട്ട് തന്നെയാണിത്. ഇതിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ ക്ലോസ് ആയിരിക്കും. അപ്പോൾ രാത്രി പോകും. ഈ കാട്ടിനുള്ളിൽ മാത്രമല്ല, ബാവലി ഒരു മക്കാമും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരു ദർഗയാണത്. അത് ഒരു ജമാഅത്ത് പള്ളിയും കൂടെയാണ്. അവിടത്തേക്കും യാത്രക്കാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അവർക്കൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിലൂടെയാണ് പോകാൻ പറ്റുക. നിങ്ങളിനി എന്നേലും വയനാട്ടിൽ വരുവാണെങ്കിൽ നിർബന്ധമായും ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ വയനാടിൻ്റെ ഭംഗിയും പ്രകൃതിയും എല്ലാം ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ചൂടുകാലമായതുകൊണ്ടാണ് പച്ചപ്പില്ലാത്തത്. അല്ലെങ്കിൽ നല്ല ഫുള്ള് പച്ച കളറിലായിരിക്കും സൈഡിലൊക്കെ മൊത്തം. ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് മൈൻഡ് ക്ലിയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പാതയിലൂടെ ഒരു യാത്ര ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പകുതി ബുദ്ധിമുട്ടുകളും കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ വയനാട്ടുകാരെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ ഈ വള്ളി കൂടെ പോകുന്ന ആൾക്കാരാണെന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഇതൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഭാഗത്തും ഇങ്ങനെയല്ല. നമ്മുടെ ബാവലി മക്കാം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഒരു ദർഗയും കൂടെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ വർഷത്തിലും ഒരു നേർച്ച എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ പാടെ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടാവും ഇവിടെ. ഇനിയിപ്പം നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ നിർബന്ധമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നമുക്ക് നമ്മുടെ പോകുന്ന വൈരകുപ്പയിലേക്ക് പോകണമെങ്കിൽ ഈ കേരളത്തിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ബാവലി എന്ന് പറഞ്ഞ ടൗണിൽ കൂടെയാണ്. ഈ ഒരു ടൗൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാലം വരുന്നുണ്ട്. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ബോർഡർ വിടാൻ പോവാണ്. ഈ കിടക്കുന്നൊരു ഈ നദി, ഈ ഒരു പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെത്തുന്നത് കർണാടകയിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ കർണാടകത്തിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്നൊരു എൻട്രി പാസ് എടുത്തതിന് ശേഷമാണ് നമുക്ക് നമ്മളെ കർണാടക ഫോറസ്റ്റിലൂടെ പോകേണ്ടത്. അപ്പം കർണാടക ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബൈരകുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് എത്തുമ്പോൾ തന്നെ ഒരു 90s ഫീലാണ്. ഒരു നമ്മൾ 90കളിൽ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുക. നമ്മുടെ ബേസിൽ ജോസഫ് ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അതായിരിക്കും. ഇവിടെ ഒരു 90കളിൽ എത്തിയതുപോലെ ഉണ്ടാവും നമുക്ക്. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മുടെ മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. നമ്മുടെ ഇതാണ് ഈ കട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇത് അയ്യോ നാട്ടുകാരെ ഓടുവായോ കടക്കത്തി പിടിച്ചേന്ന് പറയുന്ന കട ഇതായിരുന്നു. നമ്മുടെ ടോവിനോയുടെയും അശോകേട്ടൻ്റെ ഒക്കെ പിന്നെ ആ ടൈലർ ഷോപ്പ് കിടക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇപ്പം ഒരു ലൊക്കേഷൻ ഒഴിവാക്കിയതിന് ശേഷം ആ കടകളൊക്കെ പൊളിച്ചു. നമ്മുടെ ടോവിനോ തോമസിനെ ഒരു പുളി എന്ന് പറഞ്ഞ സംഭവം തള്ളിയിട്ടിട്ട് കൊല്ലാൻ നോക്കിയ ഹോട്ടലാണിത്. ഇവിടെയൊക്കെ നല്ല സെറ്റപ്പ് ഒരു ഇതായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. ബാക്കിയൊക്കെ ലൊക്കേഷൻ ഒഴിവാക്കിയതിന് ശേഷം അതെല്ലാം അഴിച്ചു മാറ്റി. നമ്മളിത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മിന്നൽ മുരളി സിനിമയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ മിന്നൽ മുരളിക്ക് ടോവിനോയ്ക്ക് മിന്നലടിച്ച സ്ഥലവും അതുപോലെ ആ സിനിമയിൽ ഒരുപാട് ഷോട്ടുകൾ സാക്ഷ്യം വഹിച്ച ഒരു കടവും കൂടിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇത് കബനി നദിയാണ്. കബനി നദീൻ്റെ ഒരു സൈഡിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കർണാടക ഭാഗത്തും ഈ വഞ്ചി അപ്പുറത്തെത്തിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു വഞ്ചിയിൽ അപ്പുറത്തെ ആൾക്കാർ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപ നമ്മൾ ഒരാൾക്ക് ഒരു 10 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വഞ്ചിയിൽ നിന്ന് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കും അവർ പാസ് ചെയ്യും. ഇവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ഈ ഒരു അപ്പുറത്തേക്ക് പോകാനും വേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്നൊരു സംഭവം വഞ്ചി തന്നെയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളതെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ അപ്പുറത്തേക്ക് എത്താൻ ഒരു യാത്രാമാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു വഞ്ചി തന്നെയാണ്. ആ കാണുന്ന വഞ്ചിയൊക്കെ നമ്മുടെ സിനിമയിൽ ഉപയോഗിച്ചാണ്.
മീനിട്ട് രാവിലെ മീനിട്ട് കൊണ്ടുപോയതാ ഹോട്ടലിലേക്ക് നല്ല കൊണ്ടുപോകാൻ സമയത്ത് അത് വൈകുന്നേരം ആകുമ്പോൾ കഴുകാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളിപ്പോൾ കണ്ട കബനി നദിയിൽ നിന്നും ചൂണ്ടയിട്ടും വലയിട്ടും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്ന മീൻ അപ്പം തന്നെ അവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നൊരു സംഭവമാണ്. അവിടെ പോകുന്നത് നമുക്ക് ഇതുപോലുള്ള നല്ല ഫ്രഷ് മീൻ വാങ്ങി വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ യാത്രക്കാരൊക്കെ നല്ല പാട്ടുപാടിയും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ എല്ലാ ദിവസങ്ങളിലും എത്തുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയും ഇവിടെ നമുക്കൊരു ദിവസം വരുവാണെങ്കിൽ നമ്മൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഇവിടെ പാട്ടുപാടിയും യാത്രകൾ ഒരു 10 രൂപ കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോകാൻ കുറച്ച് ദൂരം, ഏകദേശം ഒരു 1/2 കിലോമീറ്ററൊക്കെ ദൂരം അപ്പുറത്തെത്താനുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമുക്ക് ഈ ഒരു തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് കൂടുതൽ വേറെ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തേക്കൊക്കെ ദൂരത്തിൽ നിന്നൊക്കെ പോയി വരാനും പറ്റും. അപ്പം ഫാമിലി ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. അതുപോലെ ഈ കേരളത്തിൽ നിന്ന് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു വൈകുന്നേരങ്ങളിൽ ഒരു ചെറുത് 2 വിടണമെന്നുണ്ടെങ്കിൽ ഈ തോണി വഴിയാണ് ഇപ്പുറത്തേക്ക് വന്ന് 2 ഇട്ടിട്ട് തിരിച്ചു പോകും. അതൊക്കെ നല്ലൊരു കളറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ആൾക്കാർക്ക്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മുടെ മിന്നൽ മുരളി 2 വരുവാണെങ്കിൽ നിർബന്ധമായും ഇവിടുത്തെ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ബേസിലാണ് ഒന്നുകൂടെ ലൊക്കേഷനായി തിരഞ്ഞെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു കബനി നദി കാണാനും ഈ ഒരു മിന്നൽ മുരളി ലൊക്കേഷൻ കാണാനൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരാവുന്നതാണ്. ഇപ്പോഴും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ അടിപൊളിയായിട്ട് ചിലവഴിക്കാനുള്ളൊരു സ്പോട്ടും കൂടെയാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ അപ്പുറത്തൂടെ പോവുകയാണെങ്കിൽ മൈസൂരൊക്കെ പോകാൻ എളുപ്പവും കൂടെയാണ്. ഇവിടെ ഈ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ ഈ വഞ്ചിയിലൊക്കെ പോവുകയാണെങ്കിൽ വളരെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. യാത്രക്കാർ ഓരോ ദിവസങ്ങളിലും ഒരുപാട് പേരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം വണ്ടികളൊക്കെ ഉണ്ട്. ബൈക്കുകൾ അപ്പുറത്തെത്തിക്കാൻ ഒരു വണ്ടിക്ക് 50 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് ഇനി അപ്പുറത്തെത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുറ്റി അപ്പുറത്തൂടെ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു 50 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ തോണിയിലൂടെ അപ്പുറത്ത് നമ്മുടെ വണ്ടികളൊക്കെ എത്തിക്കുകയും ചെയ്യും. ഇതിൻ്റെ 2 സൈഡിലും പുഴേൻ്റെ അപ്പുറത്തൊക്കെ ഫുള്ളും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവിടെയൊക്കെ പഴയ മിന്നൽ മുരളീൻ്റെ സെറ്റായിരുന്നു. ആ ഒരു ജീപ്പ് നിർത്തി മറ്റേ ഇതെനിക്കുള്ള പണിയാന്നൊക്കെ പറയുന്ന സീന് വരുന്ന ഒരു സെറ്റായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് മിന്നൽ മുരളിയുടെ ലൊക്കേഷൻ. നമ്മുടെ ഇതിൻ്റെ ഭാഗത്ത് ചുറ്റോട് വരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെയാണ്. കൃഷിപ്പാടങ്ങളാണ് മൊത്തം. ഇതൊക്കെ വേനൽക്കാലം ആയതുകൊണ്ടാണ്. ഇനിയിപ്പം ചെറുതായും മഴക്കാലം വരുന്ന പാട് ഇതൊക്കെ പച്ചപ്പ് നല്ല അടിപൊളിയായി. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ കാണാൻ വേണ്ടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്